ചെറിയ പ്രായക്കാരുടെ വലിയ ടാലന്റ് ഷോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഒരു സൂപ്പർ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. നമ്മൾ അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി അതിഗംഭീരമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. അപ്പൊ 3 പേര് റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്. ഡെഡിക്കേഷൻ റൗണ്ട് ആണ് വരാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ എക്സൈറ്റഡ് ആണ്. ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വന്നു കഴിഞ്ഞിട്ട് ചോദിക്കാം അല്ലെ? ദക്ഷ് കുട്ടനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ധാർമിക് ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് സർ. ഹായ്. ദക്ഷ് ധാർമിക്, യെസ് സർ. എന്താണ് വിശേഷങ്ങൾ? നല്ല അടിപൊളി വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളൊക്കെ എനിക്ക് അറിയാണ്ടോ? നമുക്ക് പ്രൊഫൈൽ കാണാം. ഓക്കേ സർ. When I was a kid, I used to travel with my parents all over Goa. അച്ഛനും അമ്മയുമായി ഞങ്ങൾ പുറത്തുപോയി ചിൽ ഔട്ട് ചെയ്യുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ദ ബാഗ ബീച്ച്. ഞാനും എൻ്റെ ചേട്ടനും ഒരുപാട് എൻജോയ് ചെയ്ത ദിവസമാണ് അത്. നമ്മൾ മലയാളികൾക്കുള്ളൊരു ശീലം ഞാനായിട്ട് തെറ്റിച്ചില്ല. എൻ്റെ പേരും ഞാൻ അവിടെ കൊത്തിവെച്ചു. ഞാനിപ്പോൾ ടോപ്പ് സിംഗർ സീസൺ 6ൻ്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ രാത്രി ഞാൻ കൊച്ചിയിലേക്ക് ഷൂട്ടിനും പോകും. അതിനു മുന്നേ കുഞ്ഞുനാളിൽ അമ്മേൻ്റെ അച്ഛൻ്റെയും കൂടെ പോയിരുന്ന സ്ഥലങ്ങളിൽ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യണം. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തത് ചെറിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ചേട്ടനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇത്രയും മഴയുള്ളൊരിതിൽ തീരുമാനം മാറ്റാതെ വേറൊരു വഴിയില്ല. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറ്റുന്ന ശീലം എനിക്കില്ല. അത് മഴയെങ്കിൽ മഴ, വെയിലെങ്കിൽ വെയിൽ. നോ പ്ലാൻസ് വിൽ ചേഞ്ച്. ആദ്യം സ്കൂളിൽ പോയി ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിരുന്നു പ്ലാൻ. സ്കൂളിലെത്തിയപ്പോഴും മഴ തന്നെ. പിന്നെ അസംബ്ലി ടൈം. ഫ്രണ്ട്സ് ഒന്നിച്ചപ്പോൾ മഴ കുറച്ചു നേരം മാറി നിന്നു. സോ വി ഹാഡ് എ ഗുഡ് ടൈം there. I'm myself Narendra Singh Rathod, Principal PM Shri Kendriya Vidyalaya number 2, and it's a proud privilege to share about Daksh Dharmik as one of the student of PM Shri Kendriya Vidyalaya number 2 Vasco. He gave the name and fame to the Vidyalaya on regional level as well as the national level. His performance is so good, so that's why I feel that he can make his career in different sectors other than the academics too. So I wish him all the best. ഇപ്പോൾ കുറച്ച് ക്ലാസ്സസ് മിസ്സാവുന്നുണ്ട്. എന്നാലും നമ്മൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പളും പിന്നെ കേന്ദ്രീയ വിദ്യാലയ എന്നുള്ള സംഘടന, അത് മൊത്തം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനും ഞങ്ങൾ ദക്ഷിണ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നിന്ന് നേരെ നെക്സ്റ്റ് ലൊക്കേഷൻ ഓൾഡ് ഗോവ, ബെസിലിക്ക ഓഫ് ബോം ജീസസ്. ആദ്യം മഴ പെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ, ഇറ്റ് വാസ് എൻ ഇമോഷൻ, ഗ്രേറ്റ് ഫീലിംഗ്. ഞാനും ചേട്ടനും കൂടി അടിച്ചു പൊളിക്കുകയായിരുന്നു. അവിടെ നിന്ന് നേരെ പഞ്ചി ചർച്ച്.
പിന്നെ ഗോവ സ്ട്രീറ്റിൽ കൂടെ ഈ പെരുമഴയത്ത് കൊടയും പിടിച്ചു നടക്കാന്ന് പറഞ്ഞാൽ ചില്ലറ വട്ടൊന്നും പോരാ. ബട്ട് ഐ വാസ് എൻജോയിങ് ഈച്ച് മൊമെന്റ്. സാധാരണ ഈ ബീച്ചിൽ ഇങ്ങനെയൊന്നുമല്ല. നല്ല ക്രൗഡാണ്. നിന്നു തിരിയാൻ പോലും സ്ഥലം ഉണ്ടാവാറില്ല. പക്ഷെ മഴയായതുകൊണ്ട് ഇത്രയും വലിയൊരു ബീച്ചിൽ ഒറ്റയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റി. എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. ബട്ട് നൗ ഇറ്റ്സ് ടൈം ടു ട്രാവൽ ബാക്ക് ടു കൊച്ചി. അച്ഛൻ ഓടിക്കുന്ന ബൈക്കിൽ, കാറിൽ, ഈവൻ ബസ്സിൽ വരെ യാത്ര ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അച്ഛൻ ഓടിക്കുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുക അതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ഞാൻ കൊച്ചിക്ക് പോകുന്നത് അച്ഛൻ ഓടിക്കുന്ന ട്രെയിനിലാണ്. യെസ്, ഹീസ് എ ലോക്കോ പൈലറ്റ്. ഇറ്റ്സ് ട്രാവലിംഗ് ടൈം. ടോപ്പ് സിംഗർ സീസൺ 6 എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. എൻ്റെ ഫ്രണ്ട്സ് എന്നിൽ നിന്ന് നേരിടാൻ പോകുന്ന വെല്ലുവിളി, ഐ വോണ്ട് സ്റ്റോപ്പ് അൺടിൽ ഐ റീച്ച് ദ ഫിനിഷിംഗ് ലൈൻ. അതെത്ര പ്രതികൂല സാഹചര്യമായാലും. ഐ എം ദക്ഷ ധാർമ്മിക് ടി വി സൈനിങ് ഓഫ്. Super. Very nice, very nice. Again, it is Jackie and Adarsh. Sabash. ജാക്കിയും ആദർശം ഇവിടെ ഉണ്ടല്ലോ. പ്ലീസ്. Super. Wonderful job. ജാക്കി ഒരു ഫിലിം ഡയറക്ടറും കൂടിയാണ്. അറിയാം അതിനെക്കുറിച്ച്. അപ്പോൾ രണ്ടുപേരും കൂടെ ചേരുമ്പോഴത്തേക്കും ഇത് പാൽപ്പായസം പോലെയാണ് ഓരോ വീഡിയോസും വരുന്നത് കേട്ടോ. അതെ, ഭയങ്കര കിടിലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. രസം എന്താണെന്നറിയോ, ഒരൊറ്റ സ്ഥലം പോലും ഇനി ഗോവയിൽ ബാക്കിയില്ല. അവര് ഷൂട്ട് ചെയ്യാത്ത ഗോവ മുഴുവൻ കറങ്ങിയല്ലേ. അത് മാത്രമല്ല, അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആംഗിൾസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ചെറിയൊക്കെ വരുന്ന ഫ്രെയിംസ് ആ തീമും അല്ലേ. ശരിക്കും അവിടെ മഴയായിരുന്നു ചെന്ന ദിവസം. അപ്പോൾ ഞങ്ങള് ഫുൾ അത് ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. മഴ അതിന്റെ കൂടെ ചേർത്ത് അല്ലേ. ഓരോ വീഡിയോ കാണുമ്പോഴും ഓരോ ക്യാരക്ടർ സ്കെച്ച് പോലെ ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവിടെയാണ് ആർട്ടിസ്റ്റിക് ബ്രില്യൻസ് ഇരിക്കുന്നത്. അതിനൊരു വലിയ താങ്ക് യു ആദർശ്. അപ്പൊ ദഷ്കുടാ, യെസ് സർ. ഇന്ന് ഏതാണ് പാട്ട്? ഡെഡിക്കേഷൻ, അമൃതമായി അഭയമായി. ഡെഡിക്കേഷൻ ആർക്കാണ്? അമൃതമ്മായും പിന്നെ അമൃതമായി അഭയമായി. ഞാൻ കേട്ടത് അമൃതമ്മായി അഭയമ്മായി. ഓക്കെ. അത് ചെറിയ ഞാൻ വെച്ച് രണ്ട് അമ്മായിമാരായിരിക്കും. ഞാൻ വിചാരിച്ചു ഇവന്റെ ഡെഡിക്കേഷൻ റൗണ്ടിൽ അമ്മായി. ഓക്കെ. അല്ല, അത് ചെറിയൊരു നാക്കുളുക്കൽ. അമ്മയ്ക്കാണല്ലേ ഡെഡിക്കേഷൻ? അതെന്തുകൊണ്ടാണ്? സർ, ഞങ്ങൾ 4 പേരും കൂടി ഇപ്പോൾ ഗോവയിലാണ് താമസിക്കണമെങ്കിലും പണ്ട് അമ്മ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നഴ്സുമായിരുന്നു, അച്ഛൻ ഗോവയിലെ ലോക്കോ പൈലറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അമ്മ ജോലി റിസൈൻ ചെയ്തപ്പോഴാണെങ്കിൽ അമ്മേനെ കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തിയിരുന്നു. എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലി റിസൈൻ ചെയ്ത് കുട്ടികളെ നോക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷെ അന്ന് അമ്മ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടായത് എനിക്കും ഏട്ടനെയാണ്. കൂടുതലും എനിക്ക് തന്നെയാണ്. കാരണം എൻ്റെ പഠിത്തമായാലും പാട്ടായാലും കവിത, പ്രസംഗം, അങ്ങനെ എൻ്റെ കാര്യം ഉണ്ടെങ്കിലും അമ്മ അതിനെ മുന്നിട്ടിറങ്ങിയിട്ട് എന്നെ പ്രിപ്പയർ ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. അമ്മ നല്ല ടെൻഷൻ അടിക്കുന്ന ടൈപ്പ് ഓഫ് ആളാണ്. പക്ഷേ അമ്മയ്ക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ അമ്മ എന്നെ തീരെ പ്രഷർ ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഇച്ചിരി പോലും ടെൻഷൻ എനിക്ക് തരാറേ ഇല്ല. അമ്മ എന്നെ മോട്ടിവേറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അമ്മ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പ് സിംഗർ സീസൺ 6 ഫ്ലോറിൽ ഇപ്പൊ ഇവിടെ നിൽക്കാൻ കാരണം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അമ്മയ്ക്കാണ്. അമ്മ എത്ര പ്രൗഡായിട്ടാണ് അവിടെ ഇരിക്കണേ മോന്റെ വാക്കുകൾ കേട്ടിട്ട്. ഒരിക്കൽ ദക്ഷിന്റെ ഒരു പ്രസംഗം കേൾക്കണം കേട്ടോ എനിക്ക്. ഓക്കെ. അപ്പൊ പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. സിനിമ സ്നേഹവീട്, വർഷം 2011, മ്യൂസിക് ഇളയരാജ സാർ, ലിറിക്സ് റഫീഖ് അഹമ്മദ് സാർ, പാടിയത് ഹരിഹരൻ സാർ. വെരി ഗുഡ്. ഓക്കെ, ബ്യൂട്ടിഫുൾ സോങ് ടു ഡെഡിക്കേറ്റ്. All the best. താങ്ക് യു മാം.
അമൃതമായി അഭയമായി ജനനീ നീ എങ്ങുമില്ലേ ജനീലം മൃതിയിലും നിഴലായി നീ കൂടെയില്ലേ മിഴിനീര് തെളിവാനിൻ കനവായി നീ മൊഴിതോറും പുതുമണ്ണിൻ നനവായി നീ ഒരു പാലാടി പോൽ നെഞ്ചിൽ നീന്നും അമൃതമായി അഭയമായി ജനനീ നീ എങ്ങുമില്ലേ നിന്റെ കൊഞ്ചാൻ വെമ്പം ചുണ്ടിൽ പഞ്ചാമൃതമാ നിന്റെ കൊഞ്ചാൻ വെമ്പം ചുണ്ടിൽ പഞ്ചാമൃതമാ ചിന്നി ചിന്നി മിന്നും കണ്ണിൽ കന്നി നീലമായി ജന്മജന്മതീരം പുൽകും മന്ദാകിനി നീ പ്രപഞ്ചങ്ങളാകെ നിറഞ്ഞിടും നേരെ മനതാരിൽ കതിരായി നീ വിരിയണം ഒരു താരാട്ടായി എന്നുള്ളിൽ ചായൂ നീ അമൃതമായി അഭയമായി ജനനീ നീ എങ്ങുമില്ലേ തെന്നി തെന്നി വീണിടുമെന്നേ താങ്ങാനമ്മേ വാ തെന്നി തെന്നി വീണിടുമെന്നേ താങ്ങാനമ്മേ വാ വെഞ്ചാമര കയ്യാലിൻ്റെ കണ്ണീരാറ്റാൻ വാ അന്തിചാരം മൂടും കാവിൽ വിളക്കായി നീ പ്രഭാതങ്ങൾ പോലെ ഉണർത്തിടും അമ്മേ വഴിയോരം തണലായി നിറയണം വെയിലാളുന്ന നോവെന്നിൽ മായ്ക്കൂ നീ അമൃതമായി അഭയമായി ജനനീ നീ എങ്ങുമില്ലേ മിഴിനീര് തെളിവാനിൻ കനവായി നീ ഒരു പാലാടി പോൽ നെഞ്ചിൽ നീയെന്നും അമൃതമായി അഭയമായി ജനനീ നീ എങ്ങുമില്ലേ വെരി ഗുഡ് മോനെ വെരി ഗുഡ് താങ്ക് യു സർ. ദക്ഷ് കണ
യെസ് സർ. എ വെരി ബ്രേവ് അറ്റംപ്റ്റ്. താങ്ക് യു സർ. എന്താ വെച്ചാൽ ഹരിഹരൻ സാർ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് വേറെ ആരെങ്കിലും അത് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ടഫ് ഒരു ടെറൈനാണ്. യെസ് സർ. അവിടെ എത്തിപ്പെടുക എന്നൊക്കെ പറയുന്നത് കുറേ അധികം ടഫാണ്. അതെ. യെസ് സർ. വളരെ പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകാർ പോലും ഹരിഹരൻ സാറിന്റെ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതങ്ങനെയാണ് അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നീ കുഞ്ഞാണ്, അപ്പോൾ അതിന്റെ ട്രയലിന് നല്ലൊരു കൈയടി കൊടുക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു സർ. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശബ്ദം വയ്യാകെയുണ്ടോ? ഇല്ല സർ. കൺട്രോൾ ചോദിച്ചത് ഒരു വോയിസ് കൺട്രോൾ അല്ലാത്ത പോലെ. സാധാരണ ദക്ഷിണ കിട്ടുന്ന ഒരു കൺട്രോൾ ഇന്നില്ല. മാത്രമല്ല കൂടുതൽ നേസൽ ടോൺ കേൾക്കുന്നുണ്ട്. അത് ഞാൻ ആലോചിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്ന്. അത് മേ ബി ആ ഒരു സിംഗർ പാടിയത് അതുപോലെ പാടാൻ ശ്രമിച്ചതിൻ്റെതായിരിക്കാം, പാടാൻ ശ്രമിച്ചിട്ടായിരിക്കാം എന്നാണ് ചിലപ്പോ അങ്ങനെ ആവാം. അത് കുറച്ച് പ്രാവശ്യം കൂടുതൽ കേട്ടപ്പോ അത് ഇച്ചിരി അതിലേക്കായി അങ്ങനെ അതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഹരിഹരൻ സാർ ഇത് പാടിക്കുന്നു, അത് അദ്ദേഹത്തിന് മാത്രം പാടാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ശബ്ദത്തിൽ നമ്മുടെ ഭാവത്തിൽ അത് അവതരിപ്പിച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി നമ്മൾ ഡെവലപ്പ് ചെയ്യാനാണ് ടോപ്പ് സിംഗറിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളും ദക്ഷിണ ഓൾറെഡി അങ്ങനെ ഒരു ശൈലി ഉണ്ട്. അതെ. അതിനെ മറന്നുകൊണ്ട് വേറൊരു രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് ശ്രദ്ധ വേണം. അങ്ങനെ വരാണ്ടിരിക്കാൻ ഒരു ശ്രദ്ധ ഉണ്ടാവട്ടെ എന്നാണ് അങ്കിള് പറഞ്ഞത്. ഓക്കെ, ഗോട്ട് ദ പോയിന്റ്. പിന്നെ ആ സസ്റ്റെയിൻ മിഴിനീരിൽ, അതെ, അത് വെറും ഒരു സസ്റ്റെയിനിലേ ഉള്ളൂ. അത് ഒരു അത് ശ്രുതി ചേരാതെ തോന്നി. അത് റിഹേഴ്സലിനും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഒന്ന് പാടും. സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം. നന്നായിട്ട് ശ്രുതി ഫ്ലാറ്റ് ആവുന്നുണ്ട്. കുറച്ച് ഫ്ലാറ്റ് ആണത്. അത് വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. പല സ്ഥലത്തും അങ്ങനെ ശ്രുതി ചേരാതെ. ശ്രുതി അമ്മ ഇത് അമ്മയെ പറ്റി ശ്രുതിയാണ്. ജനനി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ജനനി ശ്രുതിയാണ്. അപ്പൊ നമ്മള് ശ്രുതി ചേർക്കണം. അപ്പൊ ചിലപ്പോ അദ്ദേഹം സസ്റ്റെയിൻ ചെയ്ത രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ചിലപ്പം ശ്രുതി ചേരാതെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ദക്ഷിണേന്ന് ഇന്ന് അങ്കിൾ എക്സ്പെക്ട് ചെയ്ത ഒരു പെർഫോമൻസ് വന്നിട്ടില്ല കേട്ടോ. ദാറ്റ്സ് ഓക്കെ, ഫോർ ടുഡേ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. എനിക്ക് ഓർമ്മ എന്താന്ന് വെച്ചാ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ ഒരു പാട്ട് പാടി. ഗസലിന്റെ കോമ്പറ്റീഷനാണ്. ഞാൻ അത് അന്ന് പാടിയപ്പോൾ എൻ്റെ മ്യൂസിക് ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആര്യ, ആ സിംഗർക്ക് മാത്രം പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ആ പാട്ടിലുണ്ട്. അപ്പം ഒന്നിക്ക് ഇത് ആര്യയുടെ രീതിയിൽ പാടാം, അല്ലെങ്കിൽ പാടാതിരിക്കുക. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. എനിക്ക് ഇന്ന് ദക്ഷകുട്ടന്റെ പെർഫോമൻസ് കണ്ടപ്പം എനിക്ക് പല സ്ഥലങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഒന്നിക്ക് ദക്ഷായിട്ട് തന്നെ പാടുക ഇൻസ്റ്റെഡ് ഓഫ് ഇമിറ്റേറ്റ്. എനിക്കറിയാം അത് തന്നാലെ വന്നു പോവും, എനിക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ദക്ഷായി നിന്നിട്ട് ദക്ഷന്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എന്താന്ന് അറിഞ്ഞിട്ട് വേണം ദക്ഷ അത് പെർഫോം ചെയ്യാൻ വേണ്ടി. അപ്പൊ അല്ലാതെ ചെയ്യുമ്പോന്ന് പറഞ്ഞാല് ഓരോ ആളുടെയും ത്രോട്ട് ഡിഫറെന്റ് അല്ലേ, ഓരോ ആളുടെയും വോയിസ് കൾച്ചർ ഡിഫറെന്റ് ആണ്, പല്ലിന്റെ ഘടന ഡിഫറെന്റ് ആണ്, ഈ റെസണേറ്റ് ചെയ്യുന്ന ഭാഗം നമ്മുടെ ത്രോട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ വായയുടെ വോള്യം വ്യത്യാസമാണ്, ഈ ലെങ്ത്തും ബ്രെത്തും ഒക്കെ വ്യത്യാസമാണ്, സ്കള്ളിന്റെ തലയുടെ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വോയിസും. ചിലർക്ക് ചില സംഗതികൾ നൈസായിട്ട് പാടാൻ പറ്റും, ചിലർക്ക് അത് പറ്റിയെന്ന് വരില്ല, ചിലർക്ക് എല്ലാം പറ്റും, ചിലർക്കൊന്നും പറ്റില്ല. അപ്പം അതൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടി. അപ്പൊ പലപ്പോഴും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവരുടെ ഒരു ത്രോട്ട് സ്ട്രക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ അത് പാടാൻ പറ്റുള്ളൂ എന്ന് വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ സോങ്സ് മാറ്റി സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ദക്ഷൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാനുള്ളൊരു, എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഒരു പ്രസന്റേഷൻ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി നെയിൽ ഇറ്റ്. തീർച്ചയായിട്ടും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇത് മനസ്സിൽ വെച്ചോ. യെസ്, അപ്പൊ അതാണ് എനിക്ക് പറയാൻ തോന്നിയത്. ഓൾ ദി ബെസ്റ്റ്. ദക്ഷ് ധാർമിക്, എനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു ധൈര്യത്തിന്, ആ ഒരു അറ്റംപ്റ്റിന് ഞാൻ ആദ്യം തന്നെ ഒരു കൈയടി. ഓക്കെ, ആര്യ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളരെ അർത്ഥവത്തായിട്ടുള്ള വളരെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോരുത്തരുടെയും വോയിസ് കൾച്ചർ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ദൈവം തന്നിട്ടുള്ള ടാലന്റ് അത് വ്യത്യസ്തമാണ്. ചിലർക്ക് ജന്മന അത് കിട്ടും. ഇതിപ്പോ മോൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട് പാടുന്ന. ഒരു ജനിച്ചപ്പോൾ തന്നെ ദൈവം തന്നിട്ടുള്ള സ്ട്രക്ചർ,
അങ്ങനെ ആണ് മോൻ്റെ ശബ്ദം വരുന്നതും മോൻ്റെ സംഗതികൾ വരുന്നതും. ഇപ്പോൾ ഒരു സിംഗറിന്റെ സംഗതികൾ പാടുന്ന രീതി ആയിരിക്കില്ല വേറൊരു സിംഗർ പാടുന്ന സംഗതികളുടെ സ്റ്റൈല്. ഒരേ സംഭവം തന്നെയാണെങ്കിലും രണ്ടുപേരും പാടുന്നതിന്റെ രീതി വ്യത്യാസം ഉണ്ടാവും കേട്ടാ. ഇപ്പൊ ഹരിജി പാടിയേക്കുന്ന സംഭവം ദാസേട്ടൻ പാടുകയാണെങ്കിൽ ആ ഒരു സ്റ്റൈലായിരിക്കില്ല, വേറൊരു ഭംഗിയായിരിക്കും. മനസ്സിലായില്ലേ? അതൊരു ഭംഗി, ഇതൊരു ഭംഗി, രണ്ട് തരം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മോന്റേതായിട്ടുള്ള രീതിയിൽ ദക്ഷിണേതായിട്ടുള്ള ഭംഗിയുണ്ട് പാടുമ്പോ. അപ്പൊ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാ. അതെനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ പ്രശ്നങ്ങളും ശ്രുതിയുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. ദക്ഷ്കുട്ട, യെസ് മാം. your today's score is 95.5 out of 100. താങ്ക് യു മാം. അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ മാം. പ്രോമിസ്? യെസ് മാം. യെസ്. ഞങ്ങൾ ആ കംബാക്കിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ബൈ. ഇനി നമ്മൾ കാണാൻ കൊതിച്ചിരിക്കുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഗ്ലും കുട്ടി എത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ഇതൊരു ചേച്ചി അല്ലേ? ചേച്ചി, ഒരു ഗ്ലൂം ചേച്ചി. അതെ അതെ അതെ, നടക്കുന്ന സ്റ്റൈൽ കണ്ടില്ലേ? ഒരു ഇമോജി ഒക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. അതെ അതെ അതെ, ഈ റാം ഫോക്ക് പോലെ വരാണ് കേട്ടോ. മുടിയൊക്കെ വളർന്നു MJ സർ. ഒന്ന് തിരിയാവോ? തിരിഞ്ഞ് ഇത്ര മുടിയുണ്ടോ? ദൈവമേ, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ ഇത്ര മുടി ഉണ്ടായിരുന്നില്ലല്ലോ. നന്നായിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട്. കൊള്ളാട്ടാ. ഇതെന്താ രഹസ്യം ഇങ്ങനെ മുടി വളരണേന്റെ? അതെ, ആരാ ഇങ്ങനെ സാരി കൊടുക്കാൻ പഠിപ്പിച്ചേ? എന്തിനാ സാരി കൊടുക്കണ ഈ പാട്ടിന്? അപ്പൊ ഗ്ലും കുട്ടി ഇങ്ങനെ ആയിരിക്കും പാടാൻ പോന്നെ. ഉണ്ണി വാവാവോ ഗ്ലും, ഉണ്ണി വാവാവോ. എങ്ങനെയാണോ? ഈ പ്രശ്നം ഗ്ലും ഉണ്ടാവൂല. വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസോ? സിനിമ സാന്ത്വനം, ലിറിക്സ് കൈതപ്രം സാർ, പിന്നെ മ്യൂസിക് മോഹൻ സിത്താര സാർ, പിന്നെ പാടിയത് ചിത്രാമ്മ. വർഷം 1991. കൊള്ളാലോ. തുടങ്ങാ. ഓക്കെ, നീ എന്തെങ്കിലും പറയാനുണ്ടാ? എന്താണ് പറയാനുള്ളത്? എനിക്ക് പല്ല് വന്നല്ലോ. ഇനി പല്ല് വന്നോ? പല്ല് വന്നല്ലേ? എവിടെ ചിരിച്ചേ? ആ നേരട്ടോ. ശരിയാണ്, ഏതോ ഒരു പല്ല് വന്നിട്ടുണ്ടല്ലോ. എത്ര നാള് കാത്തിരുന്നു ഈ പല്ലൊന്ന് കാണാൻ. കൊള്ളാട്ടാ, ഗ്ലാമർ കൂടിയിട്ടുണ്ട്. താങ്ക് യു. ഈ പാട്ട് ഞാൻ കുഞ്ഞാക്കാണ് പറഞ്ഞത്. കുഞ്ഞാവയ്ക്ക് വേണ്ടിട്ടാണ് പറഞ്ഞത്. കുഞ്ഞാവ വന്നാ? അതെ, വന്നിട്ടുണ്ട്. ഇവിടെ ശരിയാണല്ലോ. ലൈറ്റ് ഒക്കെ നോക്കിയിരിക്കുക. ചേച്ചി, ആ പാട്ടൊന്ന് പാടിത്തരുണ്ണിയാവോ? അങ്ങനെയൊക്കെ പറയൂല്ലേ? ഈ കുഞ്ഞാവ എടുത്തോണ്ട് നടക്കോ? അന്നൊരു ദിവസം ഞാൻ അമ്മയും പപ്പയും പള്ളിയിൽ പോയേക്കായിരുന്നു. എന്റെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ കുഞ്ഞാക്ക് ഞാൻ ചോദിച്ചു, പിള്ളക്ക് ഉറക്കം വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. അത് കണ്ണു പൊങ്ങിയിരുന്നു. അപ്പൊ ഞാൻ ഉറക്കിയവന്. ഉറക്കിയല്ലേ? ശരി, കൊള്ളാലോ. ഈ പാട്ടാണ് പാടിയേ? പാട്ട് പാടിയപ്പോ ഏത് പാട്ടാണ് പാടിയത്? ഈ തെന്നലും പാടി പറഞ്ഞു പോയ കൊച്ച്. കൊള്ളാലോ. അപ്പൊ പാടി കേട്ടോ. യെസ്, ഓൾ ദി ബെസ്റ്റ് ടാ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഉണ്ണി വാവാവോ പൊന്നു
നൈസ് ഗുഡ് വാവ ഉറങ്ങില്ല, MJ സാർ ഉറങ്ങി. നോക്ക്, ഈ വലിയ വാവേനെ ഒന്ന് വിളിച്ചുണർത്താമോ? അയ്യോ ദേ വീഴുന്നു, ഉറങ്ങി വീഴുന്നു. ഞെട്ടി എണീറ്റു. പണ്ട് ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ ഒരു കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഞാനൊരു സൈഡിൽ ഇരിക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിക്കുക. അപ്പൊ അവരിങ്ങനെ രാത്രി ഇങ്ങനെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ തുടങ്ങി. രാവിലെ ആയപ്പോഴത്തേക്കും ആ ഹസ്ബൻഡും വൈഫില്ലേ, അതില് ആ സ്ത്രീ എന്നോട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക. പിന്നെ ഇങ്ങനെ അപ്പൊ ഇതെന്തോ പരിപാടി, എന്തോ എന്തോ പെശകാണ്. അപ്പൊ ഉടനെ പറഞ്ഞു, രാത്രി ഞാൻ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ച് ഇത് തന്നെയാണ് എന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടുപിടിച്ചത്. ഇങ്ങനെയായിരുന്നു, ആ കൂർക്കം വലി കേട്ടിട്ടായിരുന്നു. ഓ, അതാണ് അങ്ങനെ ചിരിച്ചത്. അപ്പൊ ഇടയ്ക്ക് കുറച്ച് ഗ്ലൂം ഒക്കെ വന്നല്ലേ, സാരമില്ല. ഇപ്പൊ ഗ്ലൂം കേട്ടില്ലെങ്കിൽ ഗ്ലൂം കുട്ടി പാടുമ്പോ എന്തോ ഒരു കുറവുള്ള പോലെ തോന്നുന്നു കേട്ടോ. 4 ഗ്ലൂം. 4 ഗ്ലൂം ആണോ? 3 കൂട്ടി പറഞ്ഞാണ്. നോ 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 നോ. ഗ്ലൂം വരുമ്പോ സ്വയം ചിരിക്കണുണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് ചിരിക്കണുണ്ട്. അതെ, അവസാനം ചിരിച്ചു പോയി. കാരണം ആ ഗ്ലൂം അവിടെ എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ അങ്ങനെ വരുന്നത്. അത് സാരമില്ല കേട്ടോ, ജസ്റ്റ് ഈസി ആയിട്ട് പാടിയാൽ മതി. അപ്പൊ ഗ്ലൂം വരൂല കേട്ടോ. ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ, ചെറിയ അത് തന്നെ, ചെറുങ്ങനെ. അതുകൊണ്ടാണ് അങ്ങനെ വരണേ. അത് സാരമില്ല കേട്ടോ, അത് നമുക്ക് മാറ്റാമേ. എന്ത് രസാണ് കാണാനായിട്ട്. അതെ, പാടുന്ന ഇങ്ങനെ നിന്ന് അതെ. എനിക്കൊരു സംശയം, കാലിങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ടേ, ആ ഹീൽസ് ഇട്ടിട്ട് നിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല അല്ലേ? ഹീൽസ് ഇട്ടിട്ടാണല്ലോ ഇത്രയും പൊക്കം. ആ ഹീൽസ് ഇട്ടിട്ട് ഭയങ്കര പൊക്കം വെച്ചു. ഒരു കൊച്ചു അമ്മക്കുട്ടിയാ. ആ കൊച്ചമ്മക്കുട്ടി ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കുക അല്ലേ. അനുപല്ലവിയില് മുകിലമ്മേ മഴവില്ലുണ്ടോ, മയിലമ്മേ തിരുമടിയുണ്ടോ, സൂപ്പറായിരുന്നു. ഒരു കണ്ണായി സൂര്യൻ ഉറങ്ങും, മറു കണ്ണായി തിങ്കൾ ഉറങ്ങും, അത് സൂപ്പറായിരുന്നു. അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗ്ലൂം കുട്ടിക്ക് മാത്രം പാടാൻ പറ്റുന്ന രീതിയിലാണ് പാടിക്കളഞ്ഞത്. പിന്നെ ഗ്ലൂം വന്ന സ്ഥലങ്ങളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി അല്ലേ. അതൊന്ന് പാടി കേൾപ്പിക്കാമോ? നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, പൂഞ്ചേലാടാലോ. പൂഞ്ചേലാടാലോ. ആ സോഫ്റ്റ് ആയിട്ട് പാടി. അതിനേക്കാൾ സോഫ്റ്റ് ആയിട്ടല്ലേ നേരത്തെ പാടിയത്? ഇങ്ങനെ തേനൂറി വന്ന അവിടെ. അപ്പൊ ആടിപ്പോയതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? പൂഞ്ചേലാണല്ലോ എന്ന് കേട്ടപ്പോ ഉറങ്ങിപ്പോയതാ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? പിന്നൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പാട്ടത് കേട്ടില്ല അത് അല്ലേ. മധുരമായിരുന്നല്ലേ ഈ പാട്ട്? തീർച്ചയായിട്ടും. ഗ്ലൂം കുട്ടി പാടിയപ്പോ ഒരു നിഷ്കളങ്കത അതിൽ ഫീൽ ചെയ്യണു. വളരെ വളരെ നല്ല സുഖമുണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞു ശബ്ദത്തെ കേൾക്കാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അതായാലും കൊള്ളാം, നല്ലൊരു ഐശ്വര്യം ഉണ്ട് കാണാൻ. പിന്നെ ഇപ്പൊ പാടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ MJ ഞങ്ങള്. ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഭാഗമാണ്. ഇപ്പൊ സോഫ്റ്റ് ആയിട്ട് പാടിയില്ലേ, പൂഞ്ചേലാടാലോ. അത് ആഹാ എന്ത് രസമായിരുന്നു കേൾക്കാൻ അത്. പിന്നെ പല ഭാഗങ്ങളും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ പെർഫെക്ഷൻ അവിടെയൊക്കെ വേണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും ഇതൊക്കെ ഉള്ളൂ കേട്ടോ. തൃക്കൈയിൽ വെണ്ണയുറങ്ങ് മാമൂണിന് ഭൂമിയൊരുങ്ങ്, അവിടെയൊക്കെ കുറച്ച് ശ്രുതി എന്ന് ശരിക്കും എത്തണമെന്ന് മാത്രം. ഈ ഗ്ലൂം തന്നെ ആർക്കാന്നറിയില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾക്കാ. വലുതായില്ലേ ഇപ്പൊ? ഗ്ലൂം വരാൻ പാടില്ല. അപ്പൊ ഗ്ലൂം വരാൻ പാടില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഉണ്ണി സാറുണ്ടെങ്കിൽ ഇപ്പൊ പറയും, ഈ പാട്ട് ഈ പ്രായത്തില് ഇങ്ങനെ പാടുകയെന്ന് പറഞ്ഞാ ഇങ്ങനെ ഒരു ചെറിയ കാര്യമല്ല ഇല്ലേ കൂട്ടാൻ. ഉണ്ണി സാറുണ്ടെങ്കിൽ എനിക്ക് അത് തന്നെ തോന്നിയത്. എസ്തർ പാടിയ പാട്ടാണ് അത്. എസ്തറിന്റെ പാട്ടായിട്ട് തന്നെ എസ്തർ പാടിയത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോർഷൻസ്, പൂഞ്ചേലാടാലോ, അനുപല്ലവി, ചരണം, ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിലും ഒത്തിരി സ്പെഷ്യലായിട്ട് തോന്നിയത് ആ കുഞ്ഞു ചേച്ചിയുടെ ആ സ്നേഹം ആ പാട്ടില് മുഴുവൻ ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഗ്ലൂം വരുമ്പോഴൊക്കെ അമ്മേനെ നോക്കും, ചെറിയൊരു ചിരിയും ഒരു ചിരിയും, ഒരു പുഞ്ചിരി. അത് കഴിഞ്ഞ് 3ാമത്തെ ഗ്ലൂം ആയപ്പം MJ സാറിനെ നോക്കിയപ്പോ MJ സാർ ഉറങ്ങുന്നു. അപ്പൊ സമാധാനായി. ഇനി ഗ്ലൂം വേണ്ട കേട്ടോ, നമുക്ക് അടുത്ത പ്രാവശ്യം ഗ്ലൂം ഇല്ലാതെ പാടാം. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ ലാസ്റ്റ്? കുഴപ്പമില്ല, പക്ഷെ മാനേജ് ചെയ്തു നമ്മള് അല്ലേ. ഓക്കെ, ഇനി അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, വലിയ ആളായില്ലേ.
അതൊക്കെ ശ്രദ്ധിക്കണേ നീ. ഓക്കെ. എസ്തർ കുട്ടി, എന്താ അടുത്ത പ്രാവശ്യം ഗ്ലും ഉണ്ടാവാൻ പാടില്ല, വരി മറക്കാൻ പാടില്ല, ഓർഡർ തെറ്റിപ്പോരുത്. കാരണം എന്താ? കാരണം എന്താ? വലിയ കുട്ടി. അപ്പൊ ഇപ്രാവശ്യത്തെ മാർക്ക് 96.25 ഔട്ട് ഓഫ് 100. ബിഗ് ഗേൾ അടുത്ത പ്രാവശ്യം ബിഗ് മാർക്ക് വാങ്ങാം കേട്ടോ. ഈ സാരി ഇങ്ങനെ തന്നെ ഉടുത്തോണ്ട് നടക്കാനാണോ ഇഷ്ടം, അതോ ഇത് ഊരി വെക്കാൻ തോന്നുന്നുണ്ടോ? ഊരി വെക്കാം. MJ അങ്കിളെ, നമുക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പരാതിയാണ് അങ്കിൾ. അത് വളരെ സിൻസിയറായി എടുക്കണം. ഇതിന്റെ മുന്നോട്ട് വേണ്ട നടപടികൾ ദയവായി സ്വീകരിക്കണം. കൂലം കഷമായി നോക്കിക്കൊണ്ട് ഉറപ്പായിട്ടും നോക്കണം. കാരണം കുട്ടികളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ലിറ്റിൽ ഏഞ്ചലിന്റെ ഭാഗത്തു നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അവർക്ക് പെയ്യുന്ന മുട്ടായി മഴയിൽ നിന്നും ആര്യ ദയാലും മധു ബാലകൃഷ്ണനും സകല മുട്ടായും പെറുക്കിക്കൊണ്ട് പോകുന്നു. അതിനാൽ കുട്ടികൾക്ക് പല സ്പെസിഫിക് മുട്ടായിയും കിട്ടുന്നില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട്. MJ അങ്കിൾ ഇതിനെ എങ്ങനെ നോക്കി ചവച്ചോണ്ടിരിക്കുന്നു. ഏത് മിഠായ കുട്ടികൾക്ക് വേണ്ടത്? ജംസ് കഴിഞ്ഞു, 4 പാക്കറ്റ് കാലി. അത് പൊട്ടിച്ച് വിഴുങ്ങി മിക്സർ ജംസ്. മീനുകുട്ടാ, എന്തോ അതിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം ഞാനും കുറ്റക്കാരനാണ്. ഏഴാമത്തെ 5 സ്റ്റാർ ആണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആ ചെയറിന്റെ സൈഡിൽ നോക്കിയാ ഇവിടുത്തെ യഥാർത്ഥ കള്ളനാണെന്ന് മനസ്സിലാവും. മീനുട്ടി ആ ചെയറിന്റെ സൈഡില് കുട്ടികൾ പറഞ്ഞ പരാതി പറഞ്ഞേ ഉള്ളൂ. എനിക്ക് രക്തത്തിൽ പങ്കുണ്ട്, ഞാൻ സമ്മതിച്ചു. നമുക്കൊരു ഡിബേറ്റ് വേണ്ടേ മീനുകുട്ടാ? ഉറപ്പായിട്ടും ഒരു ഡിബേറ്റ് വേണം. റൈക്കയുടെ കൂടെ ആര് വേണം? റൈക്കയുടെ കൂടെ അതുപോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള ഒരാള്. ആരത്? നമ്മുടെ ആവണിക്കുട്ടി, പുത്തൻ താരമാണ്. വെൽക്കം. ഏതോ ഒരു പാർട്ടിക്ക് പോവാണ്. ഈവനിങ് പാർട്ടി അല്ല, ഈവനിങ് പാർട്ടി അല്ല, ഇങ്ങ രാത്രി പാടുறதுக்கு വേണ്ടി നല്ല ഡ്രസ് എല്ലാം. ഇതെന്നാ വെൽവെറ്റ്? ഇത് അൾട്രാ വയലറ്റ് അല്ലേ? ആ കളർ അതോ ഇൻഫ്രാറെഡോ? അൾട്രാ വയലറ്റ് കളർ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ആവണി പറഞ്ഞില്ലേ അൾട്രാ വയലറ്റാ കാണുന്നതായിട്ട് ആ റോസ്പോ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത്. റോസ്പോ ഇൻഫ്രാറെഡ് അല്ല. അല്ല, അത് ആവണിയോടായിരുന്നു പറഞ്ഞത്. ഇത് உங்களுக்கு ஒன்னும் சொல்ல பറ്റാதே. அந்த கலர் இருக்கு, என்ன சொல்றது? அதான் சொல்ல பറ്റാதே. ஏன் ഇത് ബ്ലൂ தானே? டார்க் ப்ளூ. டார்க் ப்ளூ அது? நேவி ப்ளூ. நேவி ப்ளூவா? நேவி ப்ளூ கிடையாது. இது இந்த ப்ளூ இன்னொரு பேர் இருக்கு. அது அந்த பேருக்கு தான் எனக்கு ஞாபகம். ഞങ്ങൾ അടിയായിരുന്നു ലഞ്ച് ബ്രേക്കിന് കഴിച്ചോണ്ടിരുന്നപ്പോ. ഇത് ഏത് കളറാ என்ன கலர் அது? ഇവള് പറഞ്ഞ നേവി ബ്ലൂ ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അക്വാ ബ്ലൂ ആന്ന് പറഞ്ഞു. அக்வா ப்ளூக்கு கொஞ்சம் பக்கத்துல இருக்கு. പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. ബ്ലൂ ഉണ്ടോ? அதுக்கும் கொஞ்சம் பக்கத்துல தான் இருக்கு. ஆனா இந்த கலருக்கு ஒரு பேர் இருக்கு. அதுதான் எனக்கு ஞாபகம் வரதே இல்ல. அது நம்ம கூகுள்ல சர்ச் பண்ணி நெக்ஸ்ட் எபிசோட்ல நான் சொல்றேன். ഇത് വന്ന് அல்ட்ரா வயலட்டா எது கலர்னு நீங்க சொல்லுங்க. ஒரு கேள்வி கேட்கட்டுமா? இந்த அக்வா என்ன ப்ளூவா? என்ன சொன்னது? அதுக்கு தமிழ்ல என்ன சொல்றது? அது ப்ளூக்கு நீலை, அக்வாக்கு கடல். கடல் நீலை. கடல் நீலை. இதுவரை கேட்கவே இல்ல. அக்வா கிரீனுக்கு கடல் பச்சை. கடல் பச்சை, கடல் நீலை. அப்ப அல்ட்ரா வயலட்டுக்கு என்ன சொல்லுவாங்க? அல்ட்ராக்கு தமிழ் இல்ல, பெரிய வயலட். பெரிய வயலட். அப்ப ஏதான பாட்டு? റോസാപ്പൂ. அது தமிழ்ல ஆக்கும். இது என்ன ஹிந்தி ரோசா பூவா? மலையாளத்துல ரோசாப்பூ ஒரு பாட்டு இருக்கா? ரோசாப்பூ அந்த பாட்டு. ஓ, அந்த பாட்டா? அதனாலதான் நாங்க இங்க ரோஸ் வச்சிருக்கோம். ரோசா வச்சிருக்க. എന്നാ അൾട്രാവയലറ്റും ഇൻഫ്രാറെഡും പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയൂ. മൂവി വൺ മാൻ ഷോ ഇയർ 2001. വൺ മാൻ ഷോ നിങ്ങൾ രണ്ടുപേരില്ലേ? ടു മാൻ ഷോ. പിന്നെ ഇയർ 2001. കമ്പോസർ സുരേഷ് പീറ്റർ സർ, ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് KS ചിത്രാമയം, MJ ശ്രീകുമാർ സാർ. വെരി ഗുഡ്. ഓക്കെ. ഞാൻ ഇവളുടെ റൂമിൽ പ്രാക്ടീസിന് പോകുമ്പം എനിക്ക് ആദ്യമൊക്കെ പോകുമ്പോ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവളെ 6-7 പാട്ടൊക്കെ പാടി സീനിയർ ആയിട്ട് നിൽക്കുന്ന കുട്ടിയില്ല. ഒന്നില്ലേ? അല്ല, എനിക്ക് അങ്ങനെ തോട്ട് ഉണ്ടായിരുന്നു. அந்த மாதிரி நினைப்பெல்லாம் அந்த குழந்தைக்கு இல்லை. ഞാൻ പാവം. കണ്ണുപാറ് പാവം. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു റൈക്ക. പക്ഷെ
സപ്പോർട്ട് മൊത്തം തമിഴിലായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. മോഡുലേഷൻ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. ഈ തമിഴിൽ ഏത് വാക്കാണ് ഇഷ്ടപ്പെട്ടത്? തണ്ണി, അത് മാത്രം എനിക്ക് മനസ്സിലായത്. വെള്ളം, അതെന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെള്ളം കുടിക്കൂലോ. അപ്പൊ തണ്ണി പോട്ടതാന്ന് കേക്കുമാ? അല്ല, അപ്പാട്ട് ഞാൻ ചൊല്ലുവേൻ തണ്ണി താങ്ങോ തണ്ണി താങ്ങോ തണ്ണി താങ്ങോ. അപ്പൊ റിഹേഴ്സൽ എല്ലാം നല്ല വന്നത്, சூப்பரா போயிட்டு சூப்பரா போயிட்டு. அப்ப நீங்க சூப்பரா பாடுவீங்களா? சூப்பரா பாடுவோம் நாங்க. எதிர்பார்க்கலாமா? பார்க்கலாம். ஓகே, രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. Thank you. Rosa
വെരി ഗുഡ് വെരി ഗുഡ് വെരി നൈസ് വെരി നൈസ്. റൈക്ക റൈക്ക ആവണി ആവണി. എന്തോ ഇതിൽ ആർക്കാണ് കൂടുതൽ കോൺഫിഡൻസ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അത് കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നു. രണ്ടുപേരും കോൺഫിഡന്റ് ആണ്, അതെ. വെരി കോൺഫിഡന്റ്. മാത്രമല്ല ഇംഗ്ലീഷ് പറയും റയറിംഗ് ടു ഗോ എന്ന്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിയാക്കി തരാം, അതാണ്. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടെ ഇപ്പൊ ശരിയാക്കി. ശരിയായോ ക്യാപ്റ്റൻ? ശരിയായോ? ശരിയായി. രണ്ടുപേരും നടന്നു വന്നത് ഈ പറഞ്ഞ പോലെയാ. അപ്പൊ ശരിയാക്കി തരാം അല്ലേ? അപ്പൊ കേട്ടോ, എന്നാ പിന്നെ ശരിയായി. ശരിയായി. താങ്ക് യു. ആവണി എന്തോ സൂപ്പറാണേ. എന്താ വെച്ചാ ഇടയ്ക്ക് അല്ലേ ഇവിടെ എൻട്രി ചെയ്തേ അല്ലേ? പക്ഷെ അതൊന്നും അറിഞ്ഞില്ല. താങ്ക് യു സർ. എത്രയോ നാളായിട്ട് രാവിലെ പല്ല് തേച്ച് ഇവിടെ ഭക്ഷണം കഴിച്ച് പിന്നെ ലഞ്ചും ഡിന്നറും ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒക്കെ കടന്ന് പിന്നെയും പാടുന്ന ഒരാളെ പോലെ ഉണ്ട്. സീസൺ 1 മുതൽ താങ്ക് യു സർ. അപ്പൊ അത്രയും കോൺഫിഡൻസ് എങ്ങനെ കിട്ടി? എങ്ങനെ ഇത് സംഭവിക്കുന്നു? അത് നമ്മള് പാട്ട് ആദ്യം കിട്ടുമ്പോ നമ്മള് അത് ഓരോ പാട്ടാക്കി എടുക്കും. എന്നുവെച്ചാ ഓരോ പല്ലവി പാട്ടിനെ പാട്ടാക്കി പാർട്ടാക്കി എടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് പാർട്ടാക്കിയത്. അത് പല്ലവി ആദ്യം അതിന്റെ ആദ്യം ലൈൻ ആദ്യം ഒരു 10 പ്രാവശ്യം കേൾക്കും. എന്നിട്ട് അത് പഠിച്ചിട്ട് അടുത്ത ലൈൻ അങ്ങനെ എന്നിട്ട് ഫുൾ ഒന്നും കൂടി കേൾക്കും. അങ്ങനെ കേൾക്കാം. അതൊരു 2 മണിക്കൂർ എടുക്കുവോ? 2 മണിക്കൂർ. ഒരു സംഗതിക്ക് 2 മണിക്കൂർ ആണെങ്കിൽ 5 സംഗതിക്ക് എത്ര മണിക്കൂർ? 2 സംഗതിക്ക് 5 മണിക്കൂർ. അല്ല, ഒരു സംഗതിക്ക് 5 മണിക്കൂർ. അപ്പൊ 2 10 മണിക്കൂർ. അതന്നെ 10 മണിക്കൂർ. പക്ഷെ 10.5 മണിക്കൂർ എടുത്ത് റൈക്ക நான் ஃபர்ஸ்ட் அந்த பாட்டு நிறைய தடவை கேட்டுட்டே இருப்பேன். அதுக்கப்புறம் கொஞ்சம் டியூன் பேசிக் டியூன் மனசுல வந்ததுக்கு அப்புறம் லிரிக்ஸ் படிப்பேன். லிரிக்ஸ் படிச்சுட்டு டியூனும் லிரிக்ஸும் ചേർത്തിട്ട് ഗ്രൂമർട്ട് പോനാ ഗ്രൂമർ ഇമ്പോർട്ടൻസ് ആണ് എല്ലാം ചൊല്ലി തരും. റൈക്ക കറക്റ്റ് ആയിട്ട് പഠിച്ചതെല്ലാം ആവണി തെറ്റിച്ചില്ലേ? ഇല്ലേ അല്ലേ? ആ സംഗതി എന്താ? നൽകി ഞാൻ അത് തന്നെ. റൈക്ക മര്യാദയ്ക്ക് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആവണി ഇങ്ങനെ നോക്കി. അപ്പൊ റൈക്കയ്ക്ക് സംഗതി പോയി. ഇങ്ങോട്ട് നോക്കിയില്ല, ഞാൻ കണ്ടല്ലോ. പവർ ഉണ്ട് നോക്കി കളയാൻ. പിന്നെ എങ്ങനെയാ സംഗതി പിന്നെ അടുത്ത ചരണത്തിലുള്ള സംഗതി ഉണ്ടല്ലോ, ആ ലൈൻ ഏതാ? അത് വന്നപ്പോഴത്തേക്ക് റൈക്ക അങ്ങോട്ട് നോക്കി. അപ്പത്തേക്ക് സംഗതി കയ്യിൽ നിന്ന് പോയി. உங்களுக்கு அந்த மாதிரி ஏதாவது பவர் இருக்கா? இல்ல நான் பாக்கும்போது ஏதாவது பொருள் எல்லாம் மூவ் பண்றது தெரியுமா? அது மேபி என்னோட தொண்டைக்கு தான் ஏதாவது பவர் இருக்குமா? அப்ப നോക്കുമ്പോ എങ്ങനെയാണ് തെറ്റണേ? അത് തൊണ്ടയിലേന്ന് കണ്ണുക്ക് വന്ന് അല്ല, ഇതാണ് ഡിബേറ്റ് റൗണ്ട്. ഒരാളെ നോക്കിയാൽ മറ്റേയാൾ തെറ്റും, മറ്റേയാൾ നോക്കിയാൽ ഒരാളുടെ തെറ്റും അല്ലേ? പക്ഷേ അത് തപ്പല്ലവാ. இல்ல எப்படி இருந்தாலும் சரி நீங்க ரெண்டு பேரும் ரொம்ப மேட்சிங் அந்த விஷயத்துல. ஆமா നൽകി ഞാൻ അത് നിങ്ങ அந்த ஆவணி നോക്കിയിട്ട് അവൾ തെറ്റിച്ചു. കേൾക്കവേ എന്നുള്ളത് റൈക്ക ആവണിയെ നോക്കി തെറ്റിച്ചു. അത് രണ്ടുമാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കണേ ഈ പേപ്പറിൽ. റൈക്ക അപ്പൊ ആ സംഗതി ഒന്ന് മനസ്സിന്റെ 100 വർണ്ണത്താലി എന്നോ നൽകി ഞാൻ അതുവാ നൽകി വാ ഇതുവാ രണ്ടാമത്തത് നൽകി. அப்படிதான் நீங்க சரியா பாடல. അപ്പൊ ഫസ്റ്റ് പാടുന്നത് അതും ശരിയാ വരല്ലേ? ശരിയാ വരില്ല. അപ്പൊ അവിടെ പാടി. ചിലമ്പും കരൾ ചിലമ്പിൻ താളമെങ്ങോ കേൾക്കവേ. ഇല്ല കേൾക്കവേ. രണ്ടുപേർക്ക് നല്ല ഞാൻ കണ്ടില്ല, ചേർച്ച കണ്ടില്ല. ഞാൻ ഇങ്ങനെ വെച്ചാ നോക്കിക്കൊണ്ട് തെറ്റി എന്ന് വിശ്വസിച്ചിരിക്കും. എന്നിട്ട് തെറ്റിയത്. ഇതൊക്കെയാണ് പറയാനുള്ളത്. ആദ്യം തുടങ്ങിയ ഒരു സംഭവമില്ലേ, ഹമ്മിങ് ഇല്ലേ? റൈക്ക എന്താണ് പാടിയത്? മോള് പാടിയേ? നീ റൈക്ക? ഓക്കേ, ഇനി ആവണി. ഓക്കേ, ഇതിൽ ആര് ശരി?
ഇതിലേത് ശരി? അതാ അതുകൊണ്ടാണ് പെട്ടെന്ന് രണ്ടുപേരും മാറ്റി പാടിപ്പിച്ചത്. മാറ്റി പാടിപ്പിച്ച് റൈക്ക പാടുന്ന പോലെയല്ല ആവണി, ആവണി പാടുന്ന പോലെയല്ല റൈക്ക റൈക്ക. പാടുന്നത് ഒരുമിച്ച് പാടുമ്പോഴായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേരും ചേർന്ന് പാടുക. ഇപ്പൊ ഒരേ മാതിരി ഇருக்கு. ഇപ്പൊ ട്വിൻസ് മാതിരി ഇருக்கு. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല വൈബ്രന്റ് ആയിരുന്നു അവിടെ സ്റ്റേജ് മേല് കാണാൻ വേണ്ടിട്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരുമിച്ച് പാടിയ പോർഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോസാപ്പൂ റോസാപ്പൂ ഭയങ്കര രസമുണ്ടായിരുന്നു. ഡാൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല എനർജി ആയിരുന്നു. ഭയങ്കര രസമുള്ള സ്റ്റെപ്സ്, പുതിയ സ്റ്റെപ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ശ്രദ്ധിച്ചില്ലേ അവസാനത്തെ ഒരു സ്റ്റെപ്പില് റൈക്കുട്ടി കുറച്ച് ലേറ്റ് ആയി. അപ്പൊ അവൻ ഇങ്ങനെ നോക്കാം, പെട്ടെന്ന് ഇങ്ങനെ നിക്കാം. പ്രാക്ടീസ് പണി ഞാൻ റൈക്ക നീ ആവണി. ഇങ്ങനെ കിടക്കുക. അപ്പൊ ഞാനിങ്ങനെ ഇമാജിനറി റൈക്ക പോലെ ഇങ്ങനെ നിക്കുവാ ഞാൻ. അതെന്തിനാ കിടന്നേ? അത് ടയേർഡായി. ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ പാടി കഴിഞ്ഞു. മറ്റേ ആവണി റൈക്കയുടെ ഷോൾഡറിലേക്ക് കൈ കയറ്റി വെച്ചു. റൈക്ക നല്ല കൂട്ടുകാരാന്ന് തോന്നുന്നു. ஆமாம், நான் வந்து லாஸ்ட் ஆடிஷன் மெகா ஆடிஷன்ல பார்த்தப்பவே நாங்க ஃப்ரெண்ட்ஸ் ஆயிட்டோம். அப்போ இருந்து நீங்க ஃப்ரெண்ட்ஸ்? அப்போல இருந்தே நாங்க ஃப்ரெண்ட்ஸ். அப்ப இப்ப திருப்பி இங்க வந்த போது ரொம்ப ஹாப்பி ஆயிட்டேன். ഓ അത് ശരി 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 അപ്പടി പോട്. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് സ്ഥലങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും അതൊരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. പിന്നെ നിങ്ങളുടെ ആ മൂവ്മെന്റ്സ് ഒക്കെ കൊള്ളാണ്. അതിൽ നല്ല ഗ്രേസ് ഉണ്ട്. നിങ്ങളുടെ ഡാൻസ് കാണാനൊക്കെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പൊ നല്ല കോൺഫിഡൻസോട് കൂടെ മാർക്ക് വേണ്ടേ? യെസ്. ആവണിക്ക് it is going to be 97.25. Thank you sir. And Raikavukku 97 on 100. Thank you. All the best. Thank you. Bye. MJ അങ്കിൾ, Yes. നമ്മുടെ പാലായിന്ന് കുറച്ച് സിസ്റ്റർമാര് ടോപ്പ് സിംഗറിൽ ഇന്ന് വന്നിട്ടുണ്ട്. അത് കണ്ടോ? നമസ്തേ നമസ്തേ നമസ്തേ. നല്ല ചിരിച്ചിരിക്കുന്ന കുറച്ച് സിസ്റ്റർമാരെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അതെ, ഇവിടെ പാലാ എത്തിയതിന്. SH മീഡിയ എന്നാണ് സിസ്റ്റർമാരെല്ലാരും വരുന്നത് കേട്ടോ. ഇവരിവിടെ വരാൻ ഒരു സ്പെഷ്യൽ കാരണവും കൂടി ഉണ്ട്. ആ. അത് ആ ആള് വന്നതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ സിസ്റ്റർമാരോട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സിസ്റ്റർമാര് Yes. നമ്മുടെ സാംകുട്ടനെ കാണാൻ വേണ്ടിയിട്ടും പാട്ട് കേൾക്കാനായിട്ടും നമ്മളെല്ലാവരെയും നേരിട്ട് പരിചയപ്പെടാനായിട്ടാണ് എത്തിയിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് സാംകുട്ടനെ ആദ്യം വിളിക്കാം, എന്നിട്ട് നമുക്ക് കൂടുതൽ Yes. സംസാരിക്കാൻ തോന്നുന്നു. സോ ലെറ്റ്സ് വെൽക്കം സാം സോണി ഓൺ സ്റ്റേജ്. സാമുടാ, എന്തോ ഈ വചനം കേട്ടിട്ടുണ്ടോ? നീ എന്ന പാത്രത്തെ നീ ഒഴിച്ചു വെക്കുക, അങ്ങനെയെങ്കിൽ ഞാൻ സത്യം കൊണ്ട് നിന്നെ നിറയ്ക്കാം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ആ, ഇതിലെന്താ പറയാന്ന് വെച്ചാൽ, ഈ വചനം എനിക്കെന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാൽ, നീ എന്ന പാത്രത്തെ നീ ഒഴിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കുപ്പിയുണ്ട്, ആ കുപ്പിയിൽ മൊത്തം വെള്ളമാണെങ്കിൽ നമുക്ക് പിന്നെ ഫിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പോൾ പാത്രം നമ്മൾ ഒഴിച്ചു വെക്കുമ്പോൾ എന്താ അതിലോട്ട് ഫിൽ ചെയ്യാൻ പറ്റും. അതാണ്. അപ്പോൾ നമ്മുടെ ഈഗോ, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈഗോ ഇല്ലാതെ നമ്മൾ സീറോ ആണെന്ന് കരുതുന്നിടത്ത് മാത്രമാണ് നമുക്ക് നോളജ് കൊണ്ട് ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പാലേന്ന് നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവർ അങ്ങനെ എല്ലാ സമയത്തും ദൈവ ചിന്തയിലിരിക്കുന്നവരാണ്. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നതാ. ഞാൻ പറഞ്ഞത് ശരിയാണോ കൃത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ വചനം. ഇങ്ങനെ പല വചനങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതാണ് പാട്ട്? ഇന്നത്തെ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? ഞാൻ ഡെഡിക്കേഷൻ റൗണ്ടില് കരുണാമയനെ കാവൽവിളക്ക് എന്ന പാട്ടാണ് പാടുന്നത്. ആർക്ക് വേണ്ടിയാ ഡെഡിക്കേഷൻ? ഞാൻ ഈ സിസ്റ്റർമാർക്ക് വേണ്ടിയിട്ടാ. എന്തായാലും കൊള്ളാം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ വളരെ നല്ലൊരു സന്തോഷമുണ്ട്. പിന്നെ ഈ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു കാരണം കൂടെയുണ്ട്. എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഈ സിസ്റ്റർമാരിലൂടെയാണ് എനിക്ക് കുറെ സഹായങ്ങൾ ചെയ്തു തരുന്നതെന്നാണ്. പിന്നെ ഈ സിസ്റ്റർമാർ എൻ്റെ കലാപരമായ കഴിവുകൾ കണ്ടുപിടിച്ച്
എനിക്ക് ആദ്യമായിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് ഞാൻ ഈ സിസ്റ്റർമാരിലൂടെയാണ് അറിഞ്ഞത്. ഈ സിസ്റ്റർമാർ ആദ്യം എന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടാൻ അവസരം തന്നതും ഈ സിസ്റ്റർമാർ തന്നെയാണ്. പിന്നെ എന്നെ അവളുടെ ഗാനമേളയ്ക്ക് 2-3 പാട്ട് പാടാനും ക്ഷണിച്ചു. അപ്പം ഞാൻ ഈ ഫ്ലോറിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഭൂരിഭാഗം കാരണവും അവർ തന്നെയാണ്. പിന്നെ ഈ സിസ്റ്റർമാർക്കൊരു പ്രത്യേകതയുണ്ട്. അത് സിസ്റ്റർമാർ തന്നെ നിങ്ങളോട് പറയും. പാട്ട് കഴിഞ്ഞിട്ട് പോരെ? പാട്ട് കഴിഞ്ഞിട്ട് മതിയല്ലേ? മതിയായിരിക്കും. ശരി ശരി. എന്തായാലും ഇന്നത്തെ വേഷം കൊള്ളാൻ നല്ലൊരു ഐശ്വര്യമുണ്ട്. കരുണാമയനെ കാവൽ വിളക്ക് അല്ലേ? ഈ പാട്ടിന് പറ്റിയൊരു വേഷമാണ് അല്ലേ? ഓക്കെ. ഡീറ്റെയിൽസ് ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, മ്യൂസിക് വിദ്യാസാഗർ സാറ്, മൂവി ഒരു മറവത്തൂർ കനവ്, ഇയർ 1998, സിംഗർ KJ യേശുദാസ് സാറ്. വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു. സിസ്റ്റർമാരുടെ ഈ സ്നേഹമാണ് ഇപ്പോൾ സാംകുട്ടനെ പോലെ ഒത്തിരി പേരെ ഇത്തരം വേദികളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അഭിനയം അല്ലേ, നമ്മളൊക്കെ ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സാംകുട്ടൻ അഭിനയിക്കുന്നു, അതിനുള്ള അവസരങ്ങൾ വരുന്നു, പാടാനുള്ള അവസരങ്ങൾ വരുന്നു അല്ലേ? അവരുടെ സാന്നിധ്യത്തിലാണ് ഈ പാട്ട് പാടാൻ പോകുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അല്ലേ സിസ്റ്റർ? ഗംഭീരാവില്ലേ? തീർച്ചയായിട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. താങ്ക് യു. സാംകുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ
സൂപ്പർ സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്. ഞാനെപ്പോഴും കരുതുന്നത് പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തിയുള്ള കാര്യം ഈ ലോകത്ത്. അപ്പോൾ ഇത് പാട്ടല്ല, ഐ ഹേർഡ് എ പ്രയർ, എ വെരി ബ്യൂട്ടിഫുൾ പ്രയർ. അത് പാടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാടിയതല്ല, അത് അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അതൊരു അനുഭവമാക്കാണ്, ഒരു ആലാപനം കൊണ്ട് അനുഭവമാക്കാണ് സാം കുട്ടൻ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. നമുക്ക് നമ്മുടെ ശബ്ദം ഒന്ന് ഇടറിപ്പോകും. എന്താ വെച്ചാൽ അത്രത്തോളം നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്ന രീതിയിലാണ് നമ്മുടെ കുഞ്ഞ് പാടിയിരിക്കുന്നത് എന്നുള്ളത് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മളറിയുന്ന ഒരു വിങ്ങല് നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഫീല്, മോൻ പാടുന്ന ഫീല് കാരണം കൊണ്ട് ഒരു ലംപ് ഇൻ ദ ത്രോട്ട് എന്ന് പറഞ്ഞ പോലെ ആ രീതിയിലേക്ക് അത് ഒരു പാട്ട് പാടിക്കൊണ്ട് അതിലേക്ക് വരുത്തുക എന്ന് പറയുന്നത് എക്സ്ട്രോണറി ആണ്. തീർച്ചയായിട്ടും അത് വലിയൊരു കയ്യടി കൊടുക്കണം, വലിയൊരു കയ്യടി. അത് മാത്രമല്ല, നമ്മുടെ സിസ്റ്റേഴ്സിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ. സിസ്റ്റർ ആദ്യം പറഞ്ഞില്ലേ പാട്ട് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ പാട്ട് അവിടേക്ക് എലിവേറ്റഡ് ആവുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഞാനെപ്പോഴും ഈ നമ്മുടെ കുരിശിൻ്റെ ഒരു വ്യാഖ്യാനം എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഏതാണ് ആൽഫബറ്റ്? ഒരു ലൈൻ ഐ. അതിനെ ഇങ്ങനെ വെട്ടിയാൽ ഐ പോയി, അതായത് ഞാൻ എന്നുള്ള ഭാവം അവിടെ പോകുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട് അതിനെപ്പറ്റി. ഒരു വലിയൊരു ആൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതെപ്പോഴും ഞാൻ കരുതുന്നതാണ്. അപ്പോൾ അത് സിംബോളിക്കായിട്ട് സിഗ്നിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കുഞ്ഞിന് അത് ഉണ്ടാവാതിരിക്കട്ടെ. എപ്പോഴും ഞാൻ എന്ന ഭാവത്തെ വിട്ടുകൊണ്ട് അവിടെ പ്രാർത്ഥനയിലൂടെ പാട്ടിലേക്ക് ലയിക്കാനും ആ പാട്ടിലൂടെ ഈ ലോകം മൊത്തം നമ്മുടെ കുഞ്ഞ് അറിയപ്പെടട്ടെ എന്നും ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അല്ലേ? ഓരോ വാക്കും വരിയുമൊക്കെ എടുത്ത് പറയേണ്ടതുണ്ട്. ആ മേളിൽ പോയിട്ട് താഴോട്ട് ഇറങ്ങുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അത് പാടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു അനുഭവം എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലേക്ക് ഹൃദയത്തിലേക്ക് കൊള്ളുന്നതാണ്. ഒന്ന് പാടിത്തരാമോ? നിത്യനായ ദൈവമേ കാത്തിടണമേ. അടുത്ത ചരണത്തിൽ ഇതേ പോർഷനിൽ ഉള്ളുനൊന്തു പാടുമെൻ പ്രാർത്ഥനാമൃതം. സാംകുട്ടാ, നീയാണ് പാട്ടുകാരൻ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കൻ. സാംകുട്ടാ, എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഓരോ ലൈൻ പാടുമ്പോഴും ആഹാ ഓഹോ പിന്നെ നിത്യനായ ദൈവമേ എന്ന് പാടിയപ്പോൾ അറിയാതൊരു ഒരു വിങ്ങല് വന്നു മനസ്സിനുള്ളിൽ, ഒരു അറിയാതൊരു തേങ്ങല് വന്നു പോയി. ഒന്നും പറയാനില്ല, ഒന്നും ഞാൻ എഴുതിയിട്ടില്ല സത്യത്തിൽ. എല്ലാം ഗുഡ് 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 സൂപ്പർ എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. എന്തായാലും നല്ല അനുഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം, ഈ സിസ്റ്റർമാരുടെ പ്രാർത്ഥന, അമ്മയുടെ പ്രാർത്ഥന, അനുഗ്രഹം എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരിക്കും സാംകുട്ടൻ യു ആർ എ വെരി ബ്ലെസ്ഡ് ബേബിയാണ് സാംകുട്ടൻ. ഈ പാട്ട് കൊണ്ട് വേറൊരു ലോകത്തേക്ക് എത്തുകയാണ്. അവിടെ ശ്രുതിയോ താളോ ഒന്നുമല്ല അതിൻ്റെ, അതെ, ഒന്നുമല്ല നിർണ്ണയിക്കുന്നത് എന്താണ് പാടുന്നത്. അത് സാംകുട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പാടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിലാണ് ഇത് മുഴുവൻ വരുന്നത്. അതേ ഫീലിംഗ് ആണ് എം ജെ സാറിന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ സാംകുട്ടൻ്റെ അടുത്തേക്ക് വരുത്തുന്നതും മധുചേട്ടനെ എന്നെയും എഴുന്നേക്കാൻ ഇവിടുന്ന് പ്രേരിപ്പിക്കുന്നതും ഒക്കെ ആ ഒരു ബ്ലെസ്സിങ്ങും സാംകുട്ടൻ അത് പ്രസന്റ് ചെയ്തതും ആ ഒരു രീതിയും ഒക്കെയാണ്. സിസ്റ്റേഴ്സിന് എന്തോ തോന്നുന്നു പാട്ട് കേട്ടിട്ട്? ഹാപ്പി ആയോ? തീർച്ചയായിട്ടും. എനിക്കാണെങ്കിൽ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇവിടെ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് കൊച്ചു പാടി. തീർച്ചയായിട്ടും. ഭയങ്കര ഫീലിംഗ് ആയിരുന്നു കേട്ടോ സാറേ. ഞങ്ങൾക്ക് കരച്ചിൽ വരുമായിരുന്നു സത്യം പറഞ്ഞ. അവൾ കൊണ്ടുകൊണ്ടേ വളരെ മനോഹരമായിട്ട് സൂപ്പറായിരുന്നു. ഒത്തിരി ഹൃദയം നിറഞ്ഞു. സന്തോഷം. ദൈവം അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും. നമ്മുടെ കുഞ്ഞിനെ ഇത്ര അധികം സ്നേഹിക്കുന്നില്ലേ സിസ്റ്ററെ? എന്താണ് സാംകുട്ടനെ പറ്റി കൂടുതൽ പറയാനുള്ളത്? ശാന്തനാണ്, അതേസമയം അവൻ്റെ വലിയൊരു പവറുണ്ട് ആ കുട്ടിക്ക്. അതിൻ്റെ ആ ശാന്തതയാണ് കാണുന്നതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം വളരെ മച്ചുറായിട്ടുള്ള ഒരാളുടെ സ്വഭാവമാണ് ഈ കുഞ്ഞു കുട്ടിക്കുള്ളതെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇനിയും കൂടുതലായിട്ട് ഉയരങ്ങളിലേക്ക് അവൻ പറക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇപ്പോൾ ഈ സിസ്റ്റർമാരെ കണ്ടപ്പോഴേ
എനിക്ക് പാട്ട് പാടുന്നുള്ള കാര്യം എനിക്കൊന്നും സ്വയം അറിയില്ല. ഞാനും ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ, ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ കൊരട്ടി. അപ്പോൾ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ സിസ്റ്റർ ബസാലിയ ഒരു പാട്ടിട്ടിട്ട് താളം പിടിക്കാൻ പറഞ്ഞു എല്ലാ കുട്ടികളോടും. അപ്പോൾ എല്ലാവരും താളം പിടിക്കുന്നുണ്ട്. ഞാനും എൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷാജൻ. അപ്പോൾ ഞങ്ങൾ ആ പാട്ടിന് കറക്റ്റായിട്ട് താളം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് സിസ്റ്റർ പറഞ്ഞു. സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കറക്റ്റ് താളമാണല്ലോ ഈ പാട്ടിനിടുന്നത്, നിങ്ങൾ മോൻ പാടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല. ഒരു സിസ്റ്റർ ഇങ്ങനെ എന്തോ മുകളിൽ തന്നപ്പോൾ ഞാനത് ഏറ്റുപാടി. നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അങ്ങനെ ആ സിസ്റ്ററാണ് ഞാൻ പാട്ട് നന്നായിട്ട് പാടുന്നുള്ള കാര്യം സിസ്റ്ററാണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല കഴിവുണ്ട്, അവനെ അതിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു. ആ 2ാം ക്ലാസ് മുതലാണ് ഞാൻ ശരിക്കും പാടി തുടങ്ങിയത്. സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വേദിയിൽ കയറി പാടി. ശരദിന്ദു മലർദീപനാളം നീട്ടി, ഇതാണ് ഞാൻ ആദ്യം സ്കൂളിൽ പോയി പാടുന്നത്. ആദ്യത്തെ പാട്ട് ഞാൻ പാടുന്ന ജീവിതത്തിൽ. ശരിക്കും ആ സിസ്റ്റർമാരെ ഒരു വഴികാട്ടിയാണ്. എനിക്കതുപോലെയായിരുന്നു. എന്താ സിസ്റ്റർമാർക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് സാംകുട്ടൻ പറഞ്ഞത് നമ്മുടെ അടുത്ത്? അത് സിസ്റ്റർമാർ തന്നെ പറയട്ടെ. മോൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാവരും മീഡിയയിൽ പ്രവർത്തിക്കുന്നവരാണ്. SH മീഡിയ യൂട്യൂബ് ചാനലുണ്ട്, സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും. അതായിരിക്കും മോൻ ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റുഡിയോയിലാണ് സാം പാടിയത്. അതെ അല്ലേ? അതുപോലെ എല്ലാവരും പാടുമല്ലേ? എല്ലാവരും പാടും. ആണോ? അപ്പൊ ചേർന്നൊരു പാട്ട് കേട്ടാലോ? ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോവാണ് ക്രിസ്മസ്. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു പാട്ടാ പാടാൻ പോകുന്നത്. തിരുഹൃദയത്തിന്റെ സിസ്റ്റേഴ്സ് ആണ്. തിരുഹൃദയമേ യേശുവിൻ തിരുഹൃദയമേ ശാന്തതയും എളിമയും നിറഞ്ഞ സൂരമേ എൻ ഹൃദയം നിൻ ഹൃദയം പോലെയാക്കണേ. ഓ തിരുഹൃദയമേ യേശുവിൻ തിരുഹൃദയമേ ശാന്തതയും എളിമയും നിറഞ്ഞ സൂരമേ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തൊരു സുഖമാണ് ഈ പ്രാർത്ഥന കേൾക്കാനായിട്ട് ഈ സമയത്ത്. ഓ തിരുഹൃദയമേ. നമ്മുടെ സാം കുട്ടന് ഹീസ് ഗോയിങ് ടു ബി അവാർഡഡ് 100 on 100 ടുഡേ. അങ്ങനെ ഒരു മധുരമഴ നമ്മുടെ സാം കുട്ടനും സിസ്റ്റേഴ്സിനും. വേറൊരു പ്രത്യേകതയെ കൊണ്ടുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ച പ്രത്യേകത, സാംകുട്ടൻ കണ്ടുപിടിച്ച പ്രത്യേകത നമുക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചത് നിങ്ങൾ വരുന്ന സാംകുട്ടന് നല്ലൊരു ദിവസമാണ്. അത് നമുക്ക് മനസ്സിലായി. സിസ്റ്റർമാര് വരുന്ന ദിവസം അവന്റെ ലക്കാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ് സാംകുട്ടൻ. മിനുകൂടെ ആദ്യമായിട്ടല്ലേ 100 അടിച്ച്? ആദ്യമായിട്ടാണ്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഭയങ്കര സ്പെഷ്യൽ ദിവസമാണ്. MJ ഞങ്ങളെ നമുക്ക് സിസ്റ്റർമാരെ കൊണ്ട് കൊടുപ്പിക്കാം അല്ലേ? സാംകുട്ടന് നമ്മുടെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. സാറേ പിന്നെ ഞാനൊരു കാര്യം വിചാരിക്കുക, ഇനി എന്നും ഇവിടെ സിസ്റ്റർമാരെ കൊണ്ടുവരാം. ഞങ്ങളിവിടെ വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അപ്പം സാം വഴി ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി. കാരണം ഞങ്ങളും മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാ. ഞങ്ങൾക്കിവിടെ സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇറക്കാറുണ്ട്, പാട്ട് ഇറക്കാറുണ്ട്. പിന്നെ ക്രിസ്ത്യൻ ഡിവോഷനായിട്ടുള്ള പ്രോഗ്രാംസാണ് ഞങ്ങൾ അധികവും. ഒത്തിരി കുട്ടികൾക്ക് ഞങ്ങളിങ്ങനെ ചാൻസ് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇതിൽ ഒരു ഗാനമേള ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലൂടെ കുട്ടികൾ വളർന്നു വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ വരാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ സിസ്റ്റർമാർ ഇനിയും വരണം സാംകുട്ടന്റെ കൂടെ, നമുക്ക് ഇനിയും കാണണം. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച് സാംകുട്ട. താങ്ക് യു. ആര്യ ചേച്ചി, നമ്മളിന്നൊരു ഗുഡ് ഹാബിറ്റ് പറയാൻ പോവാണ്. എന്താണത്? ബ്രഷ് ബിഫോർ ബെഡ്. ഓക്കെ, കറക്റ്റ് ചെയ്യുന്നില്ലേ?
ചെയ്യുന്നുണ്ട്. ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രേക്ഷകരും കറക്റ്റ് ചെയ്യണം. ഓക്കെ, ബ്രഷ് ബിഫോർ ബെഡ്. നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാർ 3 പേരും ഹാപ്പി അല്ലേ? കാരണം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. എല്ലാവർക്കും പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. അങ്ങനെ ആ സന്തോഷത്തോടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.